എന്തിനാണ് ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു സംവിധാനം നമ്മുടെ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ കൊണ്ടുവന്നത്? അടിമകളെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് കൊണ്ടുവന്നത്. ആണോ? ആണല്ലോ. അപ്പോൾ ആ അടിമകളെ ഉണ്ടാക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു സംവിധാനത്തിൽ അതിൻ്റെ പിന്തുടർച്ചകളായിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഇപ്പോൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സിസ്റ്റത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലേ? ആണോ? അല്ലേ? നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പഠിച്ച് മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങളിൽ ഒരിക്കലും നമ്മൾ ഇതിന്ന് ബൗണ്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ പറയുന്ന കെട്ടുപാടുകളിൽ നിന്ന് നമ്മൾ ഒരിക്കലും രക്ഷപ്പെട്ടു പോകാൻ അവരനുവദിക്കത്തില്ല. അതാണ് ഈ സിസ്റ്റം. മനസ്സിലായി? വലിയ വലിയ ടീ എസ്റ്റേറ്റുകളിലോ അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള എസ്റ്റേറ്റുകളിലൊക്കെ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന രണ്ട് തരത്തിൽപ്പെട്ട സ്കൂളുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. അല്ലേ? ഒന്ന് മാനേജറിയൽ സ്കൂളുകൾ, രണ്ടാമത്തെ സ്കൂളുകൾ ഏതാണ്? ലേമാൻ സ്കൂളുകൾ. ഒന്നാമത്തെ ടൈപ്പിലുള്ള സ്കൂൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടുത്തെ സ്കൂളെന്ന് പറയുന്നത് അവിടുത്തെ ലേമാൻ ഫാക്ടറിയിലെ ജോലിക്കാരന്മാരെ ഉണ്ടാക്കാൻ വേണ്ടുന്ന സ്കൂളുകളാണ്. നിങ്ങളുടെ കുട്ടികളെ കഷ്ടപ്പെട്ട് വളർത്തി പൊന്നെ പുന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഇങ്ങനെ വളർത്തി പാലും കൊടുത്ത് ഇത് ചെയ്യുന്ന അവനെയൊക്കെ വളർത്തി എടുക്കേണ്ടത് ആരുടെ ആവശ്യമാണ്? ഇവൻ്റെ ആവശ്യമാണ്. അല്ലെ, ഇവനെ തെണ്ടിയാക്കിയേ പറ്റുള്ളൂ. ഇവനെ എവിടെ ഇട്ടാക്കണം? ഇവനെ കഷ്ടപ്പെട്ട് വളരുന്നവനാക്കണം, ഇവനെ ജോലിക്കാരനാക്കണം, ഇവനെ ലേമാനാക്കണം. ആണോ? ഇനി അപ്പുറത്ത് വേറൊരു സ്കൂളുണ്ട്, മാനേജേഴ്സ് സ്കൂൾ. ഭയങ്കര സംഭവം കേട്ടോ. ഏതാ ഈ മാനേജേഴ്സ് സ്കൂൾ? എന്തുവാടേ ഈ മാനേജേഴ്സ് സ്കൂൾ? മനസ്സിലാവുന്നില്ല. അതായത് നിൻ്റെ മക്കളെ നിനക്ക് ഒക്കുന്ന രീതിയിൽ ഇവിടെ കൊണ്ടുപോവാ. ലാവനൊക്കെ തെണ്ടികളാ, അതിനകത്ത് ഇങ്ങോട്ട് കയറിയിരിക്കും. ഇനി ബാ കയറിക്കും, ഇങ്ങോട്ട് തള്ളിയിരുന്നോണം കേട്ടോ. ഇതിനകത്തോട്ട് കയറിയിരിക്കുക, ഞാൻ ഇവിടെ സൈഡിൽ ഇങ്ങനെ ഇരിക്കുക. ഇതാ മാനേജേഴ്സ് സ്കൂൾ. ഈ മാനേജേഴ്സ് സ്കൂൾ എന്ന് പറയുന്ന സാധനത്തിൽ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അവനെ സ്കിൽഡ് ലേബറാ, അപ്പോഴും അവൻ ലേബറാ, പക്ഷെ അവൻ അവനെ സ്കിൽഡ് ലേബറാക്കാൻ അലവനാദികളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കാര്യമാണ്. ആണോ? അല്ലേ? ഈ രണ്ട് ടൈപ്പ് സ്കൂളുകളാണ് നിങ്ങളുടെ മുന്നിൽ. നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ രാവിലെ എണ്ണിപ്പിക്കുകയാണ്. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് ചന്തിക്ക് അടിയും കൊടുത്ത് ഇവനെ പിടിച്ചുണർത്തി വരിക. പോടാ, അങ്ങോട്ട് ചെന്ന് കയറിക്കൊടുക്ക്. ഇവൻ്റെ അടിമയാവാൻ വേണ്ടുന്ന പരിപാടിയാണ് ചെയ്തു കൊടുക്കുന്നത്. ആണോ? ഇവനെ അടിമയാക്കാൻ വേണ്ടുന്ന പരിപാടിക്ക് നീ രാവിലെ 5 മണിക്ക് എഴുന്നേക്കണം. ഇതിനാ ഇവൻ്റെ അടിമയാവാൻ പോകണം. IAS, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. എന്താണ് അതിന് താഴെ എഴുതിയേക്കുന്നത്? എഴുതി വെച്ചേക്കുക. ഏതാ? അടിമ. അടിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഒരു സെർവൻ്റാണ്, ഗവൺമെൻറ് സെർവൻ്റാണ്. ഇവൻ അടിമയാന്ന്. ഇവൻ പഠിച്ചിട്ട് ഭയങ്കരമായിട്ട് പഠിച്ചിട്ട് ഞാൻ ഇങ്ങനെ കാറിനകത്താണ് പോകുന്നത്. ഇവൻ്റെ കഴുത്തിൽ ഏതാണ്ട് കുഴപ്പമുള്ള രീതിയിലാണ് അവ ഇരിക്കുന്നത്. IAS കാരനാണ്. ഇവ ഇങ്ങനെ നോക്കത്തില്ല, അവ ഇങ്ങനെ ഇരിക്കുന്നത്. ഇവൻ വെറും 11. കൂടുതൽ വെച്ചുകെട്ടൊന്നും വേണ്ട. ഇവൻ അടിമ. പിന്നെ അടുത്തത് ബാങ്കിൽ. എൻ്റെ മോനെവിടാ? എൻ്റെ മോനോ? അവൻ IDFC ബാങ്കിലെ മാനേജരാ. ഇവൻ ആരാടേ? ചുമ്മാ ഇവനെ നമ്മൾ വിളിക്കുക. ഹലോ, ഇങ്ങോട്ടാ മാനേജരെ, ഇങ്ങോട്ടാ വാ. ഞാൻ വിളിച്ച് ചോദിക്കുക, മാനേജരെ കാണിക്കണ്ട. എടാ ഞാൻ പറ. അപ്പം നീ എന്നോട് ചോദിക്കുന്നത് എന്താ? നീ കഴിഞ്ഞ ആഴ്ച എന്താ ചോദിച്ചേ? സാറേ, ഈ മാസം പരിപാടിയൊക്കെ തീർന്നു പോയി സാറേ, ഒരു 50 ലക്ഷം രൂപ ഇങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്യുമെന്ന്. ഇവൻ സ്കൂളിൽ പഠിച്ചവനാ. മുഖം കാണിക്കല്ലേ. അപ്പോൾ ഇവൻ എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ചവനാ. ഇവനെ പറയുക, സാറേ എനിക്ക് 50 ലക്ഷം രൂപയുടെ ഒരു സാധനമുണ്ട് സാറേ, എന്നെ ഒന്ന് ശരിയാക്കണേന്ന്. എനിക്ക് മനസ്സിലാവാഞ്ഞിട്ട് ചോദിക്കുവാണ് ഈ സാറേ ചോദിക്കുന്നവനെ. ഇവനൊരു അടിമയാണ്. അടിമകളെ സൃഷ്ടിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ഒരു സംവിധാനത്തിൽ, അടിമകളെ ഉണ്ടാക്കാൻ വേണ്ടുന്ന ഒരു സംവിധാനത്തിലാണ് ഈ പറയുന്നതിൻ്റെ കൂട്ട് ഈ പറയുന്ന ബ്രിട്ടീഷുകാരൻ. മറ്റേ ഗോപൻ നായർ വന്നിട്ടുണ്ട്. ഗോപൻ നായർ നമ്മുടെ ആളാ. കയറി പാടാൻ. ഇതൊക്കെ പക്ക ബുൾഷിറ്റ് എന്നൊക്കെ മലയാളത്തിൽ പറയുന്നത് ഭയങ്കര മോശമാണ്. അതുകൊണ്ട് ഞാനിതൊന്നും പറയുന്നില്ല. പക്ഷേ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. നമ്മൾ പറയുന്ന കാര്യങ്ങളുടെ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഒന്നും തന്നെ നമുക്ക് ബോധ്യമില്ലാതിരിക്കുമ്പോൾ
നമ്മളെ മറ്റുള്ള ആൾക്കാർ നമ്മളെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏത് രൂപത്തിലൊക്കെയാണ്? നമ്മുടെ മുന്നിൽ വരുന്ന ഒരു ഇങ്ങനെയാണ്, അതിങ്ങനെ, ഇതിങ്ങനെ, മറ്റിങ്ങനെ എന്നൊക്കെ പറയുന്ന ഓരോ സംവിധാനത്തിലും നമ്മൾ തന്നെ തലവെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞല്ലോ, നമ്മുടെ സിസ്റ്റം ഡെവലപ്പ് ചെയ്തത് ബ്രിട്ടീഷുകാരിൽ നിന്ന്. അവർക്ക് നമ്മളെ എല്ലാവരെയും നന്നാക്കാം എന്നും പറഞ്ഞുകൊണ്ടൊന്നുമല്ല ഈ ഒരു സംവിധാനം തുടങ്ങിയത്. അവർ തുടങ്ങിയ എന്തിനാ? അവർക്ക് അടിമകളെ വേണം. കഴിഞ്ഞ 20 കൊല്ലം കൊണ്ട് നിന്നെ പണി പഠിപ്പിച്ചു എന്നാണ് അവർ പറയുന്നത്. നിന്നെ പണി പഠിപ്പിച്ചു. ആരാ പണി പഠിപ്പിച്ചത്? നിൻ്റെ നല്ല ഭംഗിയായിട്ട് നിന്നെ പണി പഠിപ്പിച്ചു. ഇവരെന്താണ് ചെയ്തിരുന്നത്? കാരണം എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിരുന്ന കരിക്കുലം, നമ്മൾ പഠിച്ചിരുന്ന സംവിധാനങ്ങൾ. നിങ്ങൾ ഇത്രയും നേരത്തെ ഒരു വീഡിയോയും കേൾക്കണ്ട. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ടേ പറ്റൂ. നിങ്ങൾ കേൾക്കണം, നിങ്ങൾ കേട്ടേ പറ്റൂ. കേൾക്കണം. ഞാൻ പറഞ്ഞുതരാം. ഇതുവരെ ഉണ്ടായിരുന്ന സംവിധാനങ്ങളിൽ ഇവർ പറഞ്ഞിരുന്നത് നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവൻ പഠിക്കുക 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ പഠിച്ചു. എന്നാൽ ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് പഠിച്ച 10-ാം ക്ലാസ് കഴിഞ്ഞാൽ ലോകം കീഴടക്കിയെന്നാണ് പറയുന്നത്. 10-ാം ക്ലാസ് കഴിഞ്ഞു. ഇനി ഇവനെ കൊണ്ട് ചിന്തിപ്പിക്കരുത്. ഇവൻ ലോകത്തെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങിയാൽ ഇവൻ എൻ്റെ കയ്യിൽ നിന്നും മിസ്സായി വെളിയിൽ പോവും. അപ്പോൾ അവനെ അതുകൊണ്ട് ഒരു കാരണവശാലും അവനെ അതുകൊണ്ട് ചെയ്യരുത്. +2 ഇനി അതിന് വേറൊരു കാര്യം കൂടെ കണ്ടുപിടിച്ചു. ട്യൂഷന് വിടുക. കാര്യം എന്താ? ഈ തെണ്ടി കഷ്ടകാലത്തിന് വെളിയിൽ പോയിരുന്നിട്ട് ഇവൻ ചിന്തിക്കുമോ, എടാ ഞാൻ എങ്ങനെ പൈസ ഉണ്ടാക്കും? അവനെ വിടരുത് ഒരു കാരണവശാലും. അവനെ വീണ്ടും ട്യൂഷന് പഠിപ്പിക്കുക. ഇനി ട്യൂഷൻ കഴിഞ്ഞു. ഈ ട്യൂഷൻ കഴിഞ്ഞിട്ട് എന്താ ചെയ്യുന്നത്? ഇവനെ വീണ്ടും അടുത്ത പരിപാടി 3 കൊല്ലം പഠിപ്പിച്ചു. ഇവൻ വീണ്ടും. അതായത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും പൊട്ടൻഷ്യാലിറ്റി ഉണ്ടായിരിക്കുന്ന സമയം, ഒരു മനുഷ്യൻ്റെ ഏറ്റവും കൂടുതൽ പൊട്ടൻഷ്യാലിറ്റി ഉള്ള സമയം എപ്പോഴാണ്? നിങ്ങളുടെ കാര്യം തന്നെ ആലോചിച്ചു. പണ്ട് എൻ്റെ കാമുകിയൊക്കെ ഇവിടെയൊക്കെ ചെയ്യും. ഞാനിവിടെ വരും, ബൈക്കിനകത്ത് 100 കിലോമീറ്റർ സ്പീഡ് ഓടും എന്നൊക്കെ പറയുന്നത്. ഈ പൊട്ടൻഷ്യാലിറ്റിയൊക്കെ ഉണ്ടായിരുന്നത് എപ്പോഴായിരുന്നു? നിങ്ങളുടെ യങ്ങർ സ്റ്റേജിൽ. ഈ യങ്ങർ സ്റ്റേജിൽ ഈ അലവലാതി ഒരു കാരണവശാലും പഠിക്കരുത്. അതുകൊണ്ടാണ് ഇവനെ 10-ാം ക്ലാസ് +2 കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു. എന്തൊരു അഭിമാനമാണെന്നറിയാമോ? എൻ്റെ മോളെ സെറ്റിന് പഠിക്കുക. എന്തുപാടെ ഇതിനെന്താ സമാനം പറയണ്ടേ? ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായ ഒരാൾക്ക് എന്തായിരിക്കും ഇതിൻ്റെ ഒരു ആൻസർ പറയാനുള്ളത്? ഇനി ഇതെല്ലാം പോയിട്ട് ഇനി അടുത്തവനെ പഠിപ്പിക്കാൻ കയറ്റുക. ബാ കയറി ഇങ്ങോട്ട് കഴിക്കോ. ഇവനെ എഞ്ചിനീയറിങ്ങിന് പഠിക്കുക. ഇവനെ നല്ല ഭംഗിയായിട്ട് പഠിപ്പിക്കുക. ഇവനെ ഈ 5 കൊല്ലം കഴിഞ്ഞ് വരുമ്പോൾ ഏതെങ്കിലും ടെക്നോളജി ഉണ്ടോ? ഇവൻ പഠിച്ച ടെക്നോളജി ആണോ? ഞാൻ ഇതേ പണിക്ക് പോയതാണ്. പണിയെല്ലാം കഴിഞ്ഞ് വെളിയിൽ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, എൻ്റെ പൊന്നണ്ണ ഇതെല്ലാം ഒരു ഉടായ്പ പരിപാടിയാണ്. പിന്നെ 2 MBAക്ക് പോയി. പിന്നെ എനിക്ക് മനസ്സിലായി അതും ഇതിനെക്കാട്ടി വലിയ ഉടായ്പാണ്. നമുക്കെന്താണ് ഇതിനകത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത്? നിങ്ങളുടെ ഒരു ലൈഫ് സ്പാനിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുന്നതും നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ കൂടുതൽ കാര്യങ്ങളെ അഡോപ്റ്റ് ചെയ്യുന്നതുമായ ചില സംവിധാനങ്ങളുണ്ട്. റൈറ്റ്? ഈ അഡോപ്റ്റ് ചെയ്യുന്ന സംവിധാനങ്ങൾ നിങ്ങൾ ആ പറയുന്ന തിയറിയുമായിട്ട് ഒരിക്കലും ചിലപ്പോൾ യോജിച്ച് പോകണമെന്നില്ല. മനസ്സിലായോ? ആ തിയറിയുമായിട്ട് യോജിച്ച് പോകണം എന്ന് ഞാനും പറയുന്നില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ആ തിയറിയുമായിട്ട് നിങ്ങൾ എഴുതി വെക്കുക. ഇങ്ങനെയാണ് എൻ്റെ ഒരു പദ്ധതികൾ, ഇതിനകത്ത് 10 ഐറ്റംസ് ഇങ്ങനെയാണ്. ഈ പറഞ്ഞ തിയറി പ്രകാരം 16 ഐറ്റം ഇങ്ങനെയല്ല. ഈ പറയുന്ന 16 ഐറ്റം -10 ഐറ്റം, അപ്പോൾ 5 ഐറ്റം ബാക്കി കിട്ടി. ഈ 5 ഐറ്റം ശരിയാണോ അല്ലേ എന്ന് മനസ്സിലാക്കുന്നിടത്താണ് നിങ്ങളുടെ വിജയം. നമ്മളുടെ കയ്യിൽ നിന്നും പണം എങ്ങനെ പറ്റിച്ചുകൊണ്ട് പോകണം എന്നാണ് മറ്റുള്ളവർ നോക്കുന്നത്. ആണോ? അവർക്ക് കിട്ടുന്ന അവരുടെ ലാഭത്തിൻ്റെ ഏതെങ്കിലും രൂപത്തിൽ നിന്ന് അവരതിനെ ലാഭം എന്ന് വിളിക്കപ്പെടും. പക്ഷെ നമ്മുടെ കയ്യിലുള്ള നമ്മുടെ ഒരു അസറ്റ് നഷ്ടപ്പെടാതെ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ബേസിക് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ആ ബേസിക് കാര്യങ്ങളാണ് ഞാനിപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് താഴെ എഴുതിയിടണം. ഒന്നുമല്ല, വെറുതെ ഇതേ നീ പറഞ്ഞ കാര്യം ഇന്ന കാര്യം ശരിയല്ല, ഇന്ന കാര്യം ശരിയാണ് എന്ന് പറയുക. പറഞ്ഞിരിക്കുന്നതൊക്കെ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് കൃത്യമായി എനിക്ക് ബോധ്യപ്പെട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ ഡൗട്ടുകൾ നിങ്ങൾ കൃത്യമായിട്ട് ഞാനത് ഈ ഇമെയിൽ ID കൊടുത്തിട്ടുണ്ട്. അതിനകത്തിട്ടിട്ട് ഞാനൊരു വാടക നടത്തുക, പാക്ക് കച്ചവടം നടത്തുക. ഇതിലെന്താണ് സാറേ ചെയ്യാൻ പറ്റും? എടാ നിന്നെ കൊണ്ട് പറ്റുമോ? ഞാനേ തേയില കച്ചവടം നടത്തുക, ഞാനേ മീൻ പിടിക്കുകയാണ്, ഞാനേ സ്വർണ്ണക്കച്ചവടം നടത്തുക. എനിക്ക് എന്നാ ചെയ്യാൻ പറ്റും? നിനക്ക് വല്ലതും പറഞ്ഞു തരാൻ പറ്റും? ഈ സാധനം എന്നെക്കൊണ്ട് പറ്റുന്ന രീതി നമുക്ക് നോക്കാം. ഓക്കെ, see you.